എല്ലാവർക്കും മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത്. അപ്പോൾ സർക്കിൾ എന്താണെന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നതാണ് അല്ലേ. എന്താണ് സർക്കിൾ എന്ന് പറയുന്നത്? സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. സർക്കിൾ ഈസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ which are at a fixed distance from a fixed point. ഒരു ഫിക്സഡ് പോയിന്റ്, അതായത് ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ കുറെ ബിന്ദുക്കളെ, കുറെ പോയിന്റ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് എന്ന് പറയുന്നത് സർക്കിൾ എന്ന് പറയുന്നത്. അതായത് ഇത്ര ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ O ആണ് എന്ന് പറയുന്നത് ഇതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു നിശ്ചിത ദൂരം എന്ന് പറഞ്ഞാൽ അത് ഈ സർക്കിളിന്റെ എന്താണ്? റേഡിയസ് ആണ് അല്ലെ. അപ്പോൾ റേഡിയസ്, ഒരു നിശ്ചിത ദൂരത്തിൽ കുറെ ബിന്ദുക്കളെ ഇങ്ങനെ അടുത്തടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ജോമെട്രിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതാണ് എഴുതിയിരിക്കുന്നത്. സർക്കിൾ ഈസ് എ സെറ്റ് ഓഫ് പോയിന്റ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനകത്തുള്ള കുറെ പോയിന്റ്സിന്റെ സെറ്റ് ആണ്. സെറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കളക്ഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ which are at a fixed distance. ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിനകത്തുള്ള സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്. ഫിക്സഡ് ഡിസ്റ്റൻസ് from a fixed point. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിനകത്തുള്ള സെറ്റ് ഓഫ് പോയിന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഒരു പ്ലെയിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. ഇനി സർക്കിളിന്റെ കുറച്ച് കാര്യങ്ങൾ. സർക്കിളിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഒന്നാണ് റേഡിയസ്. ഇനി സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേമുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ള എന്താണ്? റേഡിയസ്. മലയാളത്തിൽ ആരം എന്ന് പറയും. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടേമാണ് എന്ന് പറയുന്നത് റേഡിയസ്. അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? R കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത എന്തായിരുന്നു പഠിച്ചിട്ടുള്ളത്? ഡയമീറ്റർ, വ്യാസം എന്ന് മലയാളത്തിൽ പറയുന്നു. ഡയമീറ്ററിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നത്? D. ഡയമീറ്റർ D. ഇനി D യും R ഉം തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് നമ്മുടെ റേഡിയസിന്റെ 2 മടങ്ങായിരിക്കും എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ D ഈക്വൽ ടു 2R എന്ന് എഴുതാൻ കഴിയും. അല്ലെങ്കിൽ റേഡിയസിന്റെ ഡയമീറ്ററിന്റെ പകുതിയാണെന്ന് പറയാൻ റേഡിയസ് എന്ന് പറയും. അങ്ങനെയും റിലേഷൻ എഴുതാം. R ഈക്വൽ ടു D/2 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേഷൻ എഴുതാൻ പറ്റും. ഇനി ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിലെ ഏതെങ്കിലും 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വൃത്തത്തിന്റെ സെന്ററിൽ കൂടി വരയ്ക്കുന്ന ലൈനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഒരു സർക്കിളിനകത്ത് നമുക്ക് എത്ര ഡയമീറ്റർ വരയ്ക്കാൻ കഴിയും? എത്ര ഡയമീറ്റർ വേണമെങ്കിലും നമുക്ക് ഇനി കൗണ്ട് ചെയ്ത് പറയാൻ പറ്റില്ല. എത്ര വേണമെങ്കിലും ഡയമീറ്റർ വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഡയമീറ്റർ മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യം പഠിച്ച റേഡിയസ്, പിന്നെ പഠിച്ചത് ഡയമീറ്റർ. അടുത്തൊരു വേർഡാണ്, അടുത്തൊരു ടേമാണ് കോഡ്. CHORD, കോഡ്. ഞാൻ എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പൊ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ പോലെ തന്നെയാണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഒരു കോഡാണ്. അപ്പൊ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സർക്കിളിൽ തന്നെ ഈ ഒരു പോയിന്റിനെയും ഈ ഒരു പോയിന്റിനെയും കണക്ട് ചെയ്ത് എനിക്ക് ഒരു ലൈൻ വരയ്ക്കാം. വരച്ചോളെ. അപ്പൊ അതിന് പേര് കൊടുക്കാം, AB എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ കോഡ് എന്താണ്? AB ആണ്. ഇതുപോലെ നമുക്ക് ഈ സർക്കിളിലെ ഏത് 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്തും എന്ത് വരയ്ക്കാൻ പറ്റും? ഇതുപോലെ ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇത്തരം ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു സർക്കിളിൽ നമുക്ക് എത്ര കോഡുകൾ വരയ്ക്കാൻ കഴിയും? എത്ര വേണമെങ്കിലും കോഡുകൾ വരയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്കത് എണ്ണി പറയാൻ പറ്റത്തില്ല. ഇത്ര മാത്രം 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം അങ്ങനെയൊന്നും എണ്ണി പറയാൻ കഴിയത്തില്ല. സർക്കിൾസിനകത്ത് നമുക്ക് എത്ര കോഡുകൾ വേണമെങ്കിലും വരയ്ക്കാൻ കഴിയും. ഇനി ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു കോഡാണോ? ആണ്. കാരണം എന്താണ്? സർക്കിളിലെ 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഡയമീറ്റർ വരച്ചിരിക്കുന്നത്. പക്ഷേ പ്രത്യേകത അത് സെന്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. കോഡ് എല്ലായ്പ്പോഴും സെന്റർ വഴി തന്നെ പാസ് ചെയ്ത് പോകണമെന്നില്ല. ഓക്കെ ആണോ? അപ്പോൾ സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത്, ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൻ എന്ന് പറയുന്നത് ഏതാണ്? ആ വൃത്തത്തിന്റെ ഡയമീറ്റർ, വ്യാസമാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ കോഡ് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ എല്ലാ കോഡുകളും ഡയമീറ്റർ അല്ല, പക്ഷേ എല്ലാ ഡയമീറ്ററും എന്താണ്? കോഡുകൾ ആണ്. അപ്പോൾ ആ ഒരു ടേം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് സർക്കിളുമായിട്ട് പഠിക്കാനുള്ളതാണ് ആർക്ക്. അടുത്ത നമ്മുടെ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർക്ക് എന്ന് പറയുന്ന പോർഷൻ.
ഓക്കെ, ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ശാപം എന്ന് പറയും. ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സർക്കിളിലെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ അല്ലെങ്കിൽ സർക്കിളിന്റെ ഒരു ചെറിയൊരു പോർഷൻ, ചെറിയ പോർഷനോ വലിയ പോർഷനോ ആവാം, നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ ആർക്ക് അല്ലെങ്കിൽ ശാപം എന്ന് പറയും. ഇപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ വരച്ചിട്ടുണ്ട്, ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ എന്തുകൂടി ഉണ്ടായതാണ്, ഈ ഒരു പോർഷൻ മാറി നിൽക്കുമല്ലേ, ഈ കോഡിൽ നിന്ന് മാറി നിൽക്കുമല്ലേ, ഈ സർക്കിളിന്റെ തന്നെ ഭാഗമാണ്. അപ്പോ ഈ എ ബി എന്ന് പറയുന്നതിനെ ഇങ്ങനെയാണ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് സി എന്ന് കരുതുക, ആ പോയിന്റിന്റെ പേര് എന്താണ്, സി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വരച്ച ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും, മറുചാപം. ബാക്കിയുള്ള പോർഷൻ അതായത് എ സി ബി, അതിനെ എന്തെന്ന് പറയാം, ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയാൻ കഴിയും. ആർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എ ബി ആണ് നമ്മുടെ ആദ്യത്തെ ആർക്ക് അല്ലെ, എ ബി. അപ്പോൾ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ? ഇനി അതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് ഏതാണ്, എ സി ബി ആണ് ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും, എ സി ബി ആണല്ലോ ആർക്കിന്റെ റിസൾട്ട്. ഇങ്ങനെയാണ് നമ്മൾ ആർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്തേക്ക് വേണ്ടുന്നത് കുറച്ച് ടേമുകളാണ് പറഞ്ഞത്, റേഡിയസ്, ഡയമീറ്റർ, കോഡ്, ആർക്ക്. ഇനി ഇതിനെ സർക്കിളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് വെച്ചിട്ടുള്ള പ്രോബ്ലവും കാര്യങ്ങളുമാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗത്ത് നമ്മുടെ ചാപ്റ്ററിലെ ആദ്യത്തെ പോർഷൻ ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ, മട്ടവും വൃത്തവും മലയാളത്തിൽ പറയുന്നതാണ്, ആ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പോർഷനകത്ത് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if we joins the ends of a diameter of a circle to a point on the circle we get a right triangle. പറയുന്നത് ഇത്രയും ഉള്ളൂ. ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ടല്ലേ, ഇതിന്റെ ഡയമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്നത്, ഓ ഇതിന്റെ സെന്റർ ആണ്. ഈ പറയുന്ന പോയിന്റ് അനുസരിച്ച് എയിൽ നിന്നും ബിയിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യണം. ഈ രണ്ടിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ അത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും, റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ ആംഗിൾ എത്ര എന്നാണ് പറയുന്നത്, 90 ഡിഗ്രി വരുമെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അതാണ് പറഞ്ഞിരിക്കുന്നത്, if we joins the ends of a diameter of a circle to a point on the circle we get a right triangle. അതായത് ഈ രണ്ട് എൻഡിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ ലൈൻസ് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും റൈറ്റ് ട്രയാങ്കിൾ, മട്ട ത്രികോണമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെ തന്നെ വരുമോ, ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണോ വരുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ പിയിൽ നിന്ന് ഓയിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളൊരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ പിയിൽ നിന്ന് ഓയിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ, ഏതൊക്കെയാണ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ പി ഒയും ട്രയാങ്കിൾ ബി പി ഒയും, അങ്ങനെ രണ്ട് ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഏതൊക്കെയാണ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ പി ഒ കോമ ട്രയാങ്കിൾ ബി പി ഒ, രണ്ട് ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, ഈ ആംഗിൾ പി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ എ പി ഒ എന്ന് പറയുന്ന ആംഗിളിനെ എക്സ് ആയിട്ടും എടുക്കുന്നു, ബി പി ഒ എന്ന് പറയുന്ന ആംഗിളിനെ വൈ ഡിഗ്രി ആയിട്ടും എടുക്കുന്നു. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് ആണ്. അപ്പൊ എന്താ എഴുതാം, ലെറ്റ് ആംഗിൾ എ പി ഒ ഈക്വൽസ് എക്സ് ഡിഗ്രി കോമ ആംഗിൾ ബി പി ഒ ഈക്വൽസ് വൈ ഡിഗ്രി ഇട്ട് കൊടുത്തല്ലോ. ഇനി ആദ്യത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. കൺസിഡർ ട്രയാങ്കിൾ എ പി ഒ. ആദ്യത്തെ ട്രയാങ്കിൾ ആയിട്ടുള്ള എ പി ഒ പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ കഴിയും, ഒ എ ഈക്വൽ ടു ഒ പി എന്ന് എഴുതാൻ കഴിയത്തില്ലേ, എന്തെഴുതാം, ഒ എ ഈക്വൽ ടു ഒ പി എന്ന് എഴുതാൻ കഴിയും. കാരണം അതെന്താണ്, റേഡിയസ് ആണ് അല്ലെ, റേഡിയസ് ഓഫ് ദി സർക്കിൾ. OAയും OPയും എന്താണ്, റേഡിയസ് ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അത്തരം ത്രികോണങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്, ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും അല്ലെ, സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നു.
സമപാർശ്വ ത്രികോണങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണല്ലോ എക്സ്, ഈ സൈഡിന് ഈക്വൽ ആണല്ലോ ഒ പി എന്ന് പറയുന്ന വശം. അപ്പോ ഒ പിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എത്ര തന്നെയാണ്? എക്സ് ഡിഗ്രി തന്നെയാണ്. ആണോ? എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രി ആണ്. അങ്ങനെ ആവുമ്പോ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഒ പി അല്ലെങ്കിൽ ആംഗിൾ APO ഈക്വൽസ് ആംഗിൾ APO ഈക്വൽസ് ആംഗിൾ OAP എന്ന് എഴുതാൻ കഴിയും. OAP കാരണം എന്താണ്? ഐസോസിലസ് ട്രയാംഗിൾ ആണ് അല്ലേ? ഐസോസിലസ് ട്രയാംഗിൾ ആണ് അല്ലേ? അപ്പോൾ ഐസോസിലസ് ട്രയാംഗിൾ എന്ന് എഴുതാൻ കഴിയും. അതിന്റെ കാരണമാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ട്രയാംഗിളിലേക്ക് പോവാം. രണ്ടാമത്തെ ട്രയാംഗിൾ ഏതാണ്? കൺസിഡർ ട്രയാംഗിൾ BPO. കൺസിഡർ ട്രയാംഗിൾ BPO. രണ്ടാമത്തെ ത്രികോണമായ BPO പരിഗണിക്കുന്നു. രണ്ടാമത്തെ ത്രികോണമായ BPO പരിഗണിച്ചു കഴിഞ്ഞാൽ എന്താണ്? OB ഈക്വൽ ടു OP എന്ന് എഴുതാൻ കഴിയില്ലേ? OB ഈക്വൽ ടു OP എന്ന് എഴുതാൻ കഴിയും. അതെന്താണ്? റേഡിയസ് തന്നെയാണ് അതിന്റെയും കാരണം. OB ഈക്വൽ ടു OP കാരണം എന്താണ്? റേഡിയസ്. അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമായല്ലോ. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾ BPOയും എന്ത് തന്നെ ആയിരിക്കും? ഐസോസിലസ് ട്രയാംഗിൾ ആയിരിക്കും അല്ലെ? സമപാർശ്വ ത്രികോണമായിരിക്കും. അതുകൊണ്ട് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണും എന്ത് തന്നെ ആയിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് ഇവിടെ എന്ത് എഴുതാൻ കഴിയും? ആംഗിൾ BPO ഈക്വൽസ് ആംഗിൾ OBP എന്ന് എഴുതാൻ കഴിയും. ഈക്വൽസ് എത്ര ഡിഗ്രിയാണ്? y ഡിഗ്രി ആണല്ലോ. y ഡിഗ്രി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ആംഗിൾ അല്ലേ 90 ഡിഗ്രി കിട്ടുമോ അല്ലേ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് വലിയ ട്രയാംഗിൾ ആയിട്ടുള്ള ട്രയാംഗിൾ APB പരിഗണിക്കാം. ഏത് ട്രയാംഗിൾ ആണ്? ട്രയാംഗിൾ APB. അപ്പൊ നമുക്ക് എഴുതാം വലിയ ട്രയാംഗിൾ ആയിട്ടുള്ള APB. അപ്പോ ഫ്രം ട്രയാംഗിൾ APB, ട്രയാംഗിൾ APB യിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ കഴിയും? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ P ഈക്വൽ ടു 180 ഡിഗ്രി ആണല്ലോ. അപ്പോ ആംഗിൾ A എത്രയാണ്? x ഡിഗ്രി ആണല്ലോ. x പ്ലസ് ആംഗിൾ B എന്ന് പറയുന്നത് y ഡിഗ്രി പ്ലസ് ആംഗിൾ P എന്ന് പറയുന്നത് ഈ x ഉം ഈ y ഉം കൂടെ കൂട്ടുന്ന ടോട്ടൽ ആംഗിൾ അല്ലേ? അപ്പോൾ എന്ത് എഴുതാം? x പ്ലസ് y എന്ന് എഴുതാൻ കഴിയും. എഴുതാം x പ്ലസ് y. x ഡിഗ്രി പ്ലസ് y ഡിഗ്രി ഈക്വൽസ് എത്രയാണ്? 180 ഡിഗ്രി. ഇനി 2x ഉണ്ടല്ലോ. അപ്പോൾ 2x പ്ലസ് y ഉം അതുപോലെ 2y ഈക്വൽസ് 180 ഡിഗ്രി. ഓക്കെ, ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എത്ര കോമൺ എടുക്കാം? നമുക്ക് 2 കോമൺ എടുക്കാം. അപ്പോൾ 2 into x plus y equals 180 degree. x plus y equal എത്ര കിട്ടും? 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയല്ലേ കിട്ടിയത്? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത്തരം ത്രികോണങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി x plus y എന്ന് പറയുന്നത് എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഏതാണ്? ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും ലൈൻസ് വരച്ച് സർക്കിളിലെ തന്നെ മറ്റൊരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ അവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് പറയുന്നത് നമ്മുടെ അർദ്ധവൃത്തത്തിലെ കോണുകൾ എപ്പോഴും മട്ടകോണുകളാണ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പോയിന്റ് ആണ് അർദ്ധവൃത്തത്തിലെ കോണുകൾ എപ്പോഴും എങ്ങനെയാണ്? മട്ടകോണുകളായിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും കോണുകൾ. അതിന്റെ പ്രൂഫ് ആണ് നമ്മൾ ഈ ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അത് പഠിക്കുക. എന്താ പഠിക്കേണ്ടത്? അർദ്ധവൃത്തത്തിലെ കോണുകൾ എപ്പോഴും എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്താണ്? ഈ ഒരു പോയിന്റ് പഠിക്കുക. If we joins the ends of a diameter of a circle to a point on the circle we get a right triangle. അല്ലെങ്കിൽ വ്യാസത്തിന്റെ ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്നും ജോയിൻ ചെയ്യുന്ന രണ്ട് എൻഡിൽ നിന്നും ജോയിൻ ചെയ്യുന്ന ലൈൻസ് കൂട്ടിമുട്ടുമ്പോൾ, സർക്കിളിലെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുമ്പോൾ കിട്ടുന്ന കോൺ എന്ന് പറയുന്നത് മട്ടകോണായിരിക്കും. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ്. നമ്മളിപ്പോ പഠിച്ചത് അർദ്ധവൃത്തത്തിലെ കോൺ എന്താണെന്ന് പറഞ്ഞു, മട്ടകോണാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് മാറ്റി പറയുകയാണ്, ചെറിയ ഒരു ചേഞ്ച് വരുത്തുന്ന പറയുകയാണ്. If a pair of lines drawn from the ends of a diameter of a circle are perpendicular to each other, then they meet on the circle. അതായത് വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ട് അഗ്രങ്ങളിൽ നിന്ന് വരയ്ക്കുന്ന വര
പരസ്പരം ലംബമാണെങ്കിൽ അവ എവിടെയായിരിക്കും കൂട്ടിമുട്ടുന്നത്? സർക്കിളിലെ തന്നെ, വൃത്തത്തിലെ തന്നെ ഒരു പോയിന്റിലായിരിക്കും കൂട്ടിമുട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്, നേരത്തെ നമ്മൾ പഠിച്ചത് ഈ പി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിലായിരുന്നു നിന്നിരുന്നത് അല്ലെ, സർക്കിളിലെ ഒരു പോയിന്റിലായിരുന്നു നിന്നിരുന്നത്. ഇപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിനകത്താണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എങ്ങനെ വരും? അക്യൂട്ട് ആണോ ഒബ്റ്റ്യൂസ് ആണോ, അതായത് ബൃഹത് കോണാണോ ന്യൂനകോണാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പിയിൽ നിന്ന് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിലേക്ക് കൂട്ടിമുട്ടിക്കുക. ആ പോയിന്റിനെ നമുക്ക് ക്യൂ എന്ന് എടുക്കാം. ഓക്കെ ആണോ? ഈ ക്യൂവിൽ നിന്ന് എവിടേക്കും ലൈൻ ജോയിൻ ചെയ്യുക? ഡിയിലേക്കും ലൈൻ ജോയിൻ ചെയ്യുക. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിനകത്താണ് വന്നിരിക്കുന്നത്. പിയിൽ നിന്ന് ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെ കൊണ്ടുവരിക? സർക്കിളിലെ തന്നെ പോയിന്റ് ആയ ക്യൂവിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ക്യൂവും ബിയും കൂടെ തമ്മിൽ ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പേ പഠിച്ചതനുസരിച്ച് ഈ ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്ന് നമുക്കറിയാം? 90 ഡിഗ്രി ആണെന്ന് അറിഞ്ഞോടെ. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോ ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ത്രികോണം കണ്ടോ? ട്രയാങ്കിൾ പി ക്യൂ ബി എന്ന് പറയുന്ന ഒരു ത്രികോണം കണ്ടോ? അത് 90 ഡിഗ്രി ത്രികോണം അല്ലേ? ഇത് നോക്കിക്കേ, ഈ ത്രികോണത്തിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ, ബാഹ്യകോണാണ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ ആംഗിൾ പി എന്ന് പറയുന്നത്, ആംഗിൾ പി എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അല്ലെ, ബാഹ്യകോണാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, ബാഹ്യകോണാണ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ത്രികോണങ്ങൾ, ട്രയാങ്കിൾസ് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ബാഹ്യകോണം എന്ന് പറയുന്നത് ആന്തരിക കോണുകളുടെ, ആന്തരിക വിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. അതായത് ഈ കോണിന്റെയും ഈ കോണിന്റെയും സമ്മിന് തുല്യമാണ് എന്ന് പറയുന്നത് ആംഗിൾ പി എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ പി ഈക്വൽസ് എന്തെന്ന് എഴുതാൻ പറ്റും? ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ പി ബി ക്യൂ, ആംഗിൾ പി ബി ക്യൂ. ഇത് നമ്മൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ക്യൂ തന്നെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലെ. 90 ഡിഗ്രിയുടെ കൂടെ പിന്നെയും കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂനകോണാവുമോ ബൃഹത് കോണാവുമോ, അതായത് അക്യൂട്ട് ആംഗിൾ ആവുമോ ഒബ്റ്റ്യൂസ് ആംഗിൾ ആവുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 90-നേക്കാട്ടിലും കൂടുതൽ വരുന്നത് എന്ത് തരം കോണുകളാണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ആംഗിൾ പി എന്ന് പറയുന്നത്, ആംഗിൾ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എത്താൻ കഴിയുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന പോയിന്റ്, അതായത് ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്, അതാണ് പി. പി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും, ബൃഹത് കോണുകളായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ പി എന്ന് പറയുന്ന ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും? ഒബ്റ്റ്യൂസ് ആയിരിക്കും. 90 ഡിഗ്രിയെക്കാട്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ 91 തൊട്ട് മുകളിലോട്ട് പോകുന്ന എല്ലാം എവിടെയായിരിക്കും വരുന്നത്? വൃത്തത്തിന് അകത്തായിരിക്കും വരുന്നത്. ഇതാണ് നിങ്ങൾ അടുത്ത പഠിച്ചിരിക്കുന്ന ഒരു പോയിന്റ്. അതായത് സർക്കിളിന്റെ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും ലൈൻസ് വരച്ച് ജോയിൻ ചെയ്തപ്പോൾ സർക്കിളിന് അകത്താണ് പോയിന്റ് വന്നതെങ്കിൽ, സർക്കിളിനകത്തെ ഒരു പോയിന്റിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്, കോൺ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി പറയുന്നത് ഇതേ പോയിന്റ് പി, നമ്മളിപ്പം വരച്ച അകത്ത് വരച്ച ഇതേ പോയിന്റ് പി സർക്കിളിന് വെളിയിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ, സർക്കിളിന് വെളിയിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ, പി എന്ന് പറയുന്നത് സർക്കിളിന് വെളിയിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ പി എന്ന് പറയുന്നത് അക്യൂട്ട് ആണോ ഒബ്റ്റ്യൂസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാലോ. ഇത് നമുക്ക് എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. അപ്പൊ നേരത്തെ പഠിച്ചതുപോലെ തന്നെ എക്സ്റ്റീരിയറും ഇന്റീരിയർ ആംഗിളിലേക്ക് സം വെച്ച് നോക്കുമ്പോൾ ആംഗിൾ പി എന്ന് പറയുന്നത് എപ്പോഴും എത്ര ഡിഗ്രിയിൽ കുറവായിരിക്കും? 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ എക്സ്റ്റീരിയർ ഇന്റീരിയർ ആംഗിൾ വെച്ച് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ആംഗിൾ പി എന്ന് പറയുന്നത് എപ്പോഴും എത്ര ഡിഗ്രിയിൽ കുറവായിരിക്കും? 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ പഠിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും ലൈൻസ് വരച്ച് ജോയിൻ ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ ആ ബിന്ദു എപ്പോഴും എവിടെയായിരിക്കും? സർക്കിളിന് വെളിയിലായിരിക്കും, വൃത്തത്തിന് പുറത്തായിരിക്കും ആ ബിന്ദു. ഇതാണ് ഇവിടെ പഠിക്കാനുള്ള 3 പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അർദ്ധവൃത്തത്തിലെ പോയിന്റ്, സെമി സർക്കിളിലെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
സർക്കിളിനകത്തെ ഒരു ബിന്ദുവിലാണ് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എവിടെ നിന്ന് പോകുമ്പോൾ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഡയമീറ്ററിന്റെ 2 എൻഡിൽ നിന്ന് പോകുമ്പോൾ സർക്കിളിന് അകത്തെ ഒരു പോയിന്റിലാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഇനി സർക്കിളിന്റെ വെളിയിലാണ് പോയിന്റ് വരുന്നതെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ. അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നിങ്ങളുടെ ആദ്യത്തെ സെക്ഷനകത്തുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലം ഡിസ്കസ്